രണ്ട് വീട്ടുകാരുടെയും എതിർപ്പുകളോടെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് തന്നെ അവർ പ്രശ്നമുണ്ടാക്കുമോ എന്ന ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നതായി തന്നെ ഇരുവരും പറയുന്നുണ്ട്. രണ്ടുപേരും അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലാവുകയാണ് എന്നാണ് പറയുന്നത്. ആരാധകർക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വേദനയാണ്. അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് സങ്കടം. എന്നാൽ ഇവർ രജിസ്റ്റർ ചെയ്യുന്ന അതേ സമയം ഇവർ ക്ഷണിക്കാതെ പോലും ഇവരുടെ അച്ഛൻ, അതായത് മേഘയുടെ അച്ഛൻ അവിടെ എത്തിയിരുന്നു. രണ്ടുപേരും അച്ഛനെ കണ്ടപ്പോൾ ഒന്ന് ഭയന്നു. അച്ഛൻ എന്തിനാണ് വന്നതെന്ന് പോലും വിചാരിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെന്ന് കരുതിപ്പോയി. എന്നാൽ അച്ഛൻ വന്ന് രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നന്നായി ജീവിക്കാൻ തന്നെ പറഞ്ഞു. ഇതുവരെ എന്തായാലും കാര്യങ്ങൾ എത്തി. ഇനി നിങ്ങൾ നന്നായി ജീവിച്ചാൽ മതി. ഞങ്ങളൊന്നുമില്ലെങ്കിലും നിങ്ങൾ നന്നായി ജീവിക്കുമെന്നറിയാം. അങ്ങനെ തന്നെ ജീവിക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളെന്നും അച്ഛൻ പറഞ്ഞു. സൽമാന്റെ കൈ പിടിച്ച് എൻ്റെ മകളെ പൊന്നുപോലെ നോക്കണേ എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ആ ഒരു നിമിഷം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷ നിമിഷമാണെന്ന് മേഘ പറയുന്നുണ്ട്. മേഘയുടെ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ തന്നെയും അതിനെക്കുറിച്ച് പറയാൻ വളരെയധികം ഇഷ്ടമാണ്. മേഘയുടെ അച്ഛൻ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ടാകും. തൻ്റെ മകളുടെ വിവാഹം ഇതിനേക്കാളും ഗംഭീരമായി നടത്തണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയതിൽ വിഷമവും ഉണ്ടാകും. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ സാരമില്ല എന്നും അദ്ദേഹം അത് സമ്മതിച്ചല്ലോ എന്നുമാണ് പറയുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിവാഹം വേണ്ട എന്ന് വെക്കുന്ന മാതാപിതാക്കളൊക്കെ ഇത് കാണണം. അവർ സമാധാനമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞായിരിക്കണം നിങ്ങൾ വരേണ്ടത്. മകൾ തിരഞ്ഞെടുത്ത വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ മാത്രം ഇടപെടുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക. മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞ് എതിർക്കാൻ നിൽക്കരുത്. ജാതിയും മതവും പറഞ്ഞ് വിവാഹം കഴിക്കാൻ സമ്മതിക്കാതെ നിർത്തുന്നതൊക്കെ തന്നെ വളരെയധികം ബാലിശമായ കാര്യമാണെന്നും അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരിക്കലും നടക്കരുത് എന്നുമാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ, അതായത് ഇത്രയും അധികം നിയമവും വളർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ മോശമായ കാര്യമാണെന്ന് പറയുന്നു. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല. മേഘയും സൽമാനും വളരെയധികം മെച്ചുറായി തന്നെ തീരുമാനിച്ചൊരു കാര്യമാണെന്ന് ഇതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇരുവരുടെയും കാര്യങ്ങൾ സംസാരിക്കാൻ. അതെപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുമുണ്ട്. സൽമാനും മേഘയും ഒരുമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന്. എന്നാൽ രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് ഞങ്ങളാരും പറയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഇതിനപ്പുറം ഞങ്ങളിനി എന്ത് പറയാനാണ്? ഞങ്ങൾക്ക് സന്തോഷം മാത്രമാണ്. ഇതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന് നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും സൽമാനും മേഘയും ഒന്നിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് അവർ അറിയിക്കുന്നത്. ആ സന്തോഷം അങ്ങനെ തന്നെ പോട്ടെ. രജിസ്റ്റർ ചെയ്യാനായി അച്ഛൻ വന്നിരുന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷമായി. അവർക്കൊക്കെ എതിർപ്പുകൾ ആദ്യം ഉണ്ടാകും. അവരൊക്കെ പഴയ ആൾക്കാരാണല്ലോ. കുറച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാക്കുമായിരിക്കും. മകൾക്ക് ചേർന്നൊരു ബന്ധമായിരുന്നു എന്ന് തന്നെ. ജാതിയും മതവും ഒന്നുമല്ല എന്ന് അവർക്ക് മനസ്സിലാകും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി തന്നെ ജീവിക്കൂ എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അത്രമാത്രം ആത്മാർത്ഥ സ്നേഹമാണ് ഇരുവരും തമ്മിലെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.